പ്രിയമുള്ളവരെ, കേരള കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി മറ്റം സബ്സോൺ പ്രാർത്ഥന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള നോമ്പുകാല തീർത്ഥാടനം 2026 മാർച്ച് 24 ചൊവ്വാഴ്ച. ആത്മീയ നേതൃത്വം റവറൻഡ് ഫാദർ ജെയ്സൺ മാറോക്കി, മറ്റം സബ്സോൺ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഡയറക്ടർ. നമ്മൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ കബറിടം ഒല്ലൂർ, വിശുദ്ധ മറിയം ത്രേസ്യയുടെ കബറിടം കുഴിക്കാട്ടുശ്ശേരി, ധന്യൻ റവറൻഡ് ഫാദർ ജോസഫ് വിധേയത്തിൽ കബറിടം കുഴിക്കാട്ടുശ്ശേരി, അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രം. എല്ലാവരെയും ഈ ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, തിരു രക്തത്താൽ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തം. നമ്മൾ ഈ വാഹനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഈ വാഹനത്തെ ഞങ്ങളുടെ യാത്രയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അങ്ങ് സഞ്ചരിച്ചതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. ഈ പ്രാർത്ഥന യാത്ര സ്വർഗം തുറക്കുന്ന ഒരു യാത്രയായി തീരട്ടെ. യേശുവേ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ യാത്ര കടന്നു പോകുന്ന വഴികളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ നാട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പിതാവിന്റെയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും വിശുദ്ധ എഫ്രാസ്യമ്മയുടെയും മാർത്തോമാ ശ്ലീഹായുടെയും സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ അധികാരം യോഗിച്ച പിതാവിന്റെയും പുത്രന്റെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ യാത്രയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു യാത്രയായി ഇത് മാറുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളും ആശീർവദിക്കപ്പെടുവാൻ ഇടയാക്കണമേ. കടന്നു പോകുന്ന വഴികൾ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഈ പ്രാർത്ഥനാ യാത്രയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറയാനിടയാകട്ടെ. സകല തിന്മകളും ദുഷ്ടരുടെ ബന്ധനങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെയും വിട്ടകന്നു പോകുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തം ഒഴുകട്ടെ, തിരുരക്തം ഒഴുകട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. ത്തിൽ കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ഒരു അനുഗ്രഹത്തിന്റെ യാത്രയായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ യാത്രയുടെ തീർത്ഥയാത്രയുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കറിയാം. ഇസ്രായേൽക്കാരുടെയും ഒരു നിർബന്ധമായിരുന്നു അവർ ലോകത്തിൽ എവിടെയാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും ജെറുസലേമിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ജെറുസലേം എന്നുള്ളത് സ്വർഗീയ സിയോനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥയാത്രയെ ഓർമ്മപ്പെടുത്തുന്നതാണ് വേണ്ടി
അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായിരിക്കാം, രോഗാവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ഈ യാത്ര വഴിയായിട്ട് കർത്താവ് ഇടപെടണം. ഒരു വലിയ ബോധ്യത്തോടുകൂടെ നമ്മളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം നമ്മുടെ തീർത്ഥാടനത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വചനത്തിൽ ഈശോ പറയാൻ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആവശ്യം പിതാവ് അറിയുന്നു എന്നാണ് പറയുന്നത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക പുണ്യം, എന്ത് പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ചില ആത്മീയ നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. നന്മ നിറയും ഹൃദയത്താൽ നന്ദിയോടമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. മരിച്ചാലും മറക്കില്ലാട്ടോ. ദിവ്യകാരുണ്യത്തിനരികെ ദീർഘനേരം തപം ചെയ്തു ദിവ്യ സ്നേഹമറിഞ്ഞ ജീവിതം. ദിവ്യകാരുണ്യത്തിനരികെ ദീർഘനേരം തപം ചെയ്തു ദിവ്യ സ്നേഹമറിഞ്ഞ ജീവിതം. ആ സ്നേഹം പങ്കുവച്ചു സോദരോട്. നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുസരിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ലളിതമായിരുന്ന
ഈ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ഫലം ഞങ്ങൾക്ക് ആവശ്യം. തിരുക്കുരിശിൻ കനത്ത ഭാരം സ്വയം അനുഭവിച്ചു നീ സ്നേഹമേക. തിരുക്കുരിശിൻ കനത്ത ഭാരം സ്വയം അനുഭവിച്ചു നീ സ്നേഹമേക. തിരുമുൾമുടിയിൻ ആഴം സ്വയം അഗതികളിൽ തിരുമുഖം കണ്ട് സൗഖ്യത്തിൻ തൈലം നീ പകർന്നു നൽകി. തിരുസാന്ത്വനം പകുത്തു നൽകി. വിശുദ്ധയാമമ്മേ മറിയം ത്രേസ്യ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. വിശുദ്ധയാമമ്മേ മറിയം ത്രേസ്യ, വിശുദ്ധിയായി എന്നിൽ നിറയണമേ. കാരുണ്യത്തിൽ വളരാൻ തുണയേകണേ. തിരുവാണിയിൻ തീവ്ര നൊമ്പരം സ്വയം ഏറ്റുവാൻ സാന്ത്വനമേക. തിരുവാണിയിൽ തീവ്രനമ്പരം സ്വയം ഏറ്റുവാങ്ങി സാന്ത്വനമേക. തിരുവിലാവിലെ പിളരും വേദന നിരാലംബർക്കാലംബമേക. ത്യജിച്ചു സർവവും തിരുസവിധേ. എല്ലാം വെടിഞ്ഞു നീ വിശുദ്ധയാ. സ്നേഹമുള്ളവരെ, വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം കൊണ്ട്, ശുശ്രൂഷകൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് പുണ്യമായി തീർന്നിരിക്കുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ കബറിടം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ ബലിക്കായി നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുവാനായി നമ്മെ തന്നെ ഒരുക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിനെ പ്രയത്നിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, അങ്ങയുടെ കുരിശിന്റെ സഹനങ്ങളിൽ പങ്കുകാരിയായി തീർന്ന വിശുദ്ധ മറിയം ത്രേസ്യയോട് ഒന്നിച്ച് അർപ്പിക്കുന്ന ഈ വിശുദ്ധ ബലി അങ്ങ് ആശീർവദിക്കണമേ. കർത്താവായ ഈശോയേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ വിശുദ്ധ ബലിക്കായി ഒരുക്കേണമേ. ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കണമേ. ദൈവിക ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയേ,
സമർപ്പിക്കുന്നു. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ശുശ്രൂഷ മേഖലകളിലും അനുഗ്രഹത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, ഈ വിശുദ്ധ ബലിയിൽ ഭക്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ പങ്കു ചെയ്യുവാൻ നമ്മുടെ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ അഭിഷേകം ജീവിതത്തിലുണ്ടായ ക്രിസ്തു അനുഭവം ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ അമ്മയെ ഉദ്ധരിതമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാം. സ്നേഹവും ഐക്യവും ആർദ്രതയും നിറയും ഭവനം അറിയം ക്രിസ്ത്യാനികൾക്കായി പ്രാർത്ഥനയാൽ തുണയെത്തി. ജീവിത സരണിയിൽ നിന്നും കൃപ ചൊരിയട്ടെ സർവേശൻ. ജീവനെയും തിരുശ്രീമായ നിങ്ങൾ ഉദ്ധിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോൾ എപ്പോഴും സംഭവിച്ചവർ മക്കളില്ലാത്തവർ നീതിപൂർവമായ ആവശ്യങ്ങളിൽ വിശുദ്ധ മറിയത്രേസ്യയുടെ നാമം നൽകണം. നമുക്ക് തിരിച്ചുവിശിക്കുന്ന ആശീർവാദം സ്വീകരിക്കാം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധമായ ദേശീയ പ്രാർത്ഥനകൾ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടുപേരിയായി വന്ന് പ്രാർത്ഥനാപൂർവ്വം തിരുശേഷത്തൊക്കെ വന്നെങ്കിൽ സമൂഹത്തിന്റെ പരസ്പരം പങ്കിട്ടു ജീവിക്കാൻ കുടുംബത്തിന്റെ ക്ലേശങ്ങൾ പരസ്പരം പങ്കിട്ടു ഇത് വിധേയത്തെ അച്ഛൻ്റെ സാധനമാണ്. ഇത് ഇവിടെ കടച്ചിട്ടൊന്നും വിശുദ്ധയാം മറിയം ത്രേസ്യായെന്നമ്മേ, വിശുദ്ധിയിൽ പൂവിട്ട മലരാണു നീ. കുരിശിൻ ചുവട്ടിൽ താഴ്മയോടെ ക്രൂശിതനെ സ്നേഹിച്ചു സ്വന്തമാക്കി. മർത്യരിൽ ക്രൂശിതൻ സ്നേഹം പകുത്തു നൽകി നീ കാരുണ്യമാ. മറ്റൊരു ക്രൂശിതയാകുവാൻ സ്വയം ശൂന്യമാക്കി നീ സ്നേഹാഗ്നിയാൽ. വിശുദ്ധയാമമ്മേ മറിയം ത്രേസ്യാ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. വിശുദ്ധയാമമ്മേ മറിയം ത്രേസ്യാ, വിശുദ്ധിയായി എന്നിൽ നിറയണമേ. കാരുണ്യത്തിൽ വളരാൻ തുണയേകണേ. ഏറ്റവും ആനന്ദത്തോടുകൂടെ ദൈവത്തിന്റെ മുന്നിലെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ആരാധനയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കാം. ഹല്ലേലൂയ. ക്യാൻസറിനെ പിടികിട്ടിയതിൻ്റെ വേഗം രോഗിയാന്ന് പറഞ്ഞു. അതിന് എല്ലാം കഴിഞ്ഞും ഇവിടെ ഇത് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രയർ ഗ്രൂപ്പിൽ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. പ്രയർ ഗ്രൂപ്പിൽ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന ഗ്രൂപ്പിൽ എല്ലാവരോടും. സർട്ടിഫിക്കറ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ തന്നെ ഇങ്ങനെ ഒത്തിരി നോക്കുക. എന്നോട് പറഞ്ഞ ഡോക്ടർ തന്നെ റിസൾട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുക.
എന്താ പറയണേന്ന് അവർക്ക് ഡോക്ടർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നേ വരെ 10 ദിവസം മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. അത് നല്ലൊരു അന്നൊക്കെയും ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ബോംബെയിലേക്ക് കയറിപ്പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് അതിലും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ അത്ഭുതം ഞാൻ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകും, സാധാരണ നോർമലായിട്ട് പള്ളിയിൽ പോയിട്ട്. അന്ന് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പള്ളിയിൽ പോക്കല്ലായിരുന്നു. വെറുതെ വീട്ടിൽ പോയില്ലെങ്കിൽ അപ്പറ്റേ നല്ല അടി കിട്ടും. അപ്പോൾ ഞായറാഴ്ച ദിവസം ആ കുർബാനയ്ക്ക് പോയി വരിക, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് ബോംബെക്ക് പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ബോംബെയിൽ നമുക്കറിയാം ഇലക്ട്രിക് ട്രെയിനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേഷൻ അങ്ങനെ മാറി മാറി വരും. ആ മാറി വരുന്നതനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയും വേണം. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് കയറി നിന്നിട്ട് അവിടെ തന്നെ നിന്നപ്പോഴേ ഭയങ്കര തിരക്കല്ലേ ഈ ഇലക്ട്രിക് ട്രെയിനിൽ. അപ്പോൾ ഭയങ്കര ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് എല്ലാ ആൾക്കാരും കൂടി ഇരച്ചിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാർ തന്നെ, എനിക്കന്ന് 18 വയസ്സുള്ളൂ, ഇത്രയും ആൾക്കാർ തന്നെ എനിക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഞാനങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിട്ട് എൻ്റെ ഷർട്ടിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ പോകാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഈശോയെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിളിച്ചു, ദൈവമേ കാത്തു രക്ഷിക്കണേ എന്നെ, മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ എന്നെ വിടല്ലേ എന്ന് ഒറ്റ പ്രാർത്ഥനയാണ്. ആ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഈ വന്ന ആൾക്കാരൊക്കെ അതേപോലെ എതിർഭാഗത്തേക്കുള്ള സ്റ്റേഷനിലേക്ക് ആ പൊസിഷൻ വന്നത്. അപ്പം എല്ലാവരും കൂടി അങ്ങട പോയി. എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തേക്ക് ഞണ്ടി കിടന്നിട്ട് പിന്നെ ഒരു വിധേന ഞാൻ കയറി ഉള്ളിലേക്ക് കയറി അവിടെ കുത്തിയിരുന്നിട്ട് പിന്നെ കൈകാലൊക്കെ വിറച്ച് അവിടെ കുത്തിയിരുന്ന് അന്ന് സ്തുതിക്കാനൊന്നും അറിയില്ല. അപ്പം എന്നാലും ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കുത്തിയിരുന്നു. പിന്നെ അടുത്ത സ്റ്റോപ്പ് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി വേഗം പോയി ഞങ്ങളുടെ ചാർബംഗ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബോംബെയിൽ. അവിടെ പോയി പള്ളിയിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് മാതാവിൻ്റെ പള്ളിയായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ആ ദൈവത്തിൻ്റെ പരിപാലനം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത് ബോംബെയിൽ നിന്ന് പിന്നെ ഇറാഖിൽ പോയി. ഇറാഖിൽ പോയിട്ട് അവിടെ ഇതേമാതിരി ഓരോ കഷ്ടപ്പാടുകളൊക്കെ നേരത്ത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ബോംബെയിൽ ഇറാഖിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു ഹെൽപ്പറായിട്ടാണ് പോയത് കമ്പനിയിൽ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പണിയൊക്കെ പഠിച്ചു, ഡ്രൈവിങ്ങൊക്കെ പഠിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാഖ് യുദ്ധമുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരിലും AK-47 അവിടെ വെച്ചാൽ സേവനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ AK-47 കൊണ്ട് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഒരാൾ ചാടി പോന്നിട്ട് എൻ്റെ വണ്ടിയുടെ പിന്നിൽ കൈ കാണിച്ചു. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളതിനെ ആ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് കളയും. അപ്പം ഞാനെന്ത് ചെയ്തു, വണ്ടി നിർത്താണ്ട് വെട്ടിച്ചു പോയി. ഇയാളുടെ കയ്യിൽ വണ്ടിയുണ്ട്, അയാൾ പിന്നാലെ അവരുടെ കൂടെ വന്നിട്ട് ഞാൻ പിടികൊടുക്കാൻ പോയില്ല. ഞാനൊരു 100-120 കിലോ സ്പീഡിൽ പറന്നു പോയി. എന്നിട്ട് അയാളെ ഒപ്പം വന്നിട്ട് എന്നെ കിട്ടാണ്ടായപ്പോൾ അവർ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് അങ്ങനെ കുറേ ചീത്ത പറഞ്ഞിട്ട് നിൽക്കണത് ഞാൻ കണ്ടു. ഞാൻ പിന്നെ നിർത്താൻ പോയില്ല, അങ്ങനെ പോയി. അങ്ങനെ ഇറാഖിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു, അപകടമൊന്നും ഇല്ലാണ്ടൊക്കെ രക്ഷപ്പെട്ടു. എപ്പോഴും അന്ന് തൊട്ട് എൻ്റെ കൂടെ എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഏതവസ്ഥയിൽ ഞാൻ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് ദൈവം എൻ്റെ കൂടെ എനിക്ക് വേണ്ടതെല്ലാം ചോദിക്കുന്നതിൻ്റെ 10 ഇരട്ടി എനിക്ക് അപ്പം തരും. അങ്ങനെ ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു. മൂത്ത മോനെ ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, അതിൻ്റെ താഴെ ഒരു ആൺകുട്ടി. അങ്ങനെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല A+ എല്ലാം മാർക്ക് മേടിച്ചു. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ തൃശ്ശൂരുള്ള എൻജിനീയറിങ് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിനുള്ള സ്ഥലത്ത് പോയിട്ട് അവനെ കൊണ്ടാക്കി. അപ്പോൾ അവൻ 10,000 രൂപ അന്ന് അവിടെ കെട്ടി. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവന് അച്ഛനാവാൻ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ അത് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ അവൻ എന്നിട്ട് പിന്നെ മമ്മിയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എൻട്രൻസിൽ ഇഷ്ടമല്ല മമ്മി, എനിക്ക് അച്ഛനാവാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അവൻ അച്ഛനാവാൻ പോകണമെന്നാണല്ലോ പറയണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയിക്കോട്ടെ, നമുക്ക് തടുക്കേണ്ട ആവശ്യമില്ല. ഈശോ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മുടെ കടമ. അപ്പം ഞാൻ പറഞ്ഞു അവനെ വിട്ടോ, നീ ഒന്നും പഠിക്കണ്ട. അങ്ങനെ അവൻ കപ്പൂച്ചിൻ്റെ അച്ഛനാവാനായിട്ട് പോയി. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് പ്രാവശ്യം നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് സമയത്ത് അവൻ അന്ന് സെമിനാരി ചേർന്നു.
നോട്ട് ഷീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പനി കണ്ടിട്ട് ഞാൻ ചൂണ്ട ജോസ് ഡോക്ടറെ അടുത്ത് പോയി. അതെന്താണെന്ന് വെച്ചാൽ അന്ന് പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അവർ 24 മണിക്കൂർ നമ്മളവിടെ ഒബ്സർവേഷനിലേക്ക്, പനി മാറിയില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ കൊണ്ട് കയറ്റി വിടും. അന്ന് പനിയൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചൂണ്ടാശുപത്രി ജോസ് ഡോക്ടറെ അടുത്ത് പോയി. ജോസ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ജോസ് ഡോക്ടറെ അടുത്തല്ല പോയി, ശരിക്കും റിജോയ്സിൻ്റെ അടുത്ത് പോയി. ഞാൻ ചെല്ലുമ്പോൾ നമ്പർ കഴിഞ്ഞു. ഇവിടെ ജോസ് ഡോക്ടർക്ക് നമ്പർ കിട്ടിയത് ഒരു സിസ്റ്റർ എടുത്ത് അന്ന് 13ാമത്തെ നമ്പർ. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു 13 ഒരു ഭാഗ്യമില്ലാത്ത നമ്പറാണല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും പിന്നെ ജോസ് ഡോക്ടറല്ലേ കിട്ടിയത്, കുഴപ്പമില്ല പറഞ്ഞു. അപ്പം ചെന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. നമ്മളറിയുന്ന ആളാണ് ജോസ് ഡോക്ടർ. അപ്പോൾ പറഞ്ഞു അല്ല സാറേ ഇങ്ങനെ ഒരു പനിയും വേദനയ്ക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആള് പറഞ്ഞു നീ ഷർട്ട് കൂരിയിട്ട് അവിടെ കയറി കിടക്കുന്നത് ഞാൻ കേട്ടത്. ആള് പറഞ്ഞു അവിടെ കയറിയിരിക്കാനാ. ഞാൻ ഷർട്ട് കൂരിയിട്ട് അവിടെ ബെഞ്ചുമ കയറി കിടന്നു. അപ്പോൾ എന്തിനാ നീ അവിടെ കയറി കിടക്കണേന്ന് ചോദിച്ചു. എനിക്കൊരു അസുഖമാണ്, എഴുന്നേറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാടി എഴുന്നേറ്റിരുന്നു. ആള് പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ നിനക്കൊരു അസുഖമില്ല, ഇത് ഒരു വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. പിന്നെ ജോസ് ഡോക്ടർ ഒരു കാര്യം ഉണ്ടല്ലോ, കൂടെ നിൽക്കുന്ന സിസ്റ്റർമാരെ പഠിപ്പിക്കില്ലേ. അപ്പം ഞാൻ എൻ്റെ പുറത്ത് നിറയെ കുഞ്ഞുഞ്ഞിയ കുരുക്കളുണ്ട്. ആ കുരുക്കള് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണെന്ന് സിസ്റ്റർമാരെ പഠിപ്പിക്കുകയാണ് ജോസ് ഡോക്ടർ. അപ്പം ഞാൻ എന്നോട് നിനക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായി, ഒരു ബുദ്ധിമുട്ടില്ല പറഞ്ഞു. അപ്പോൾ മുഖക്കുരു വന്നതിന് ശേഷം പിന്നെ ആ പ്രായം കൂടുമ്പോൾ ആ കുരുക്കൾ പുറത്താണ് കാണുന്നത്, അതിൻ്റെ ലക്ഷണം കാണുക, അത് ഫാറ്റി ലിവറാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു അവസാനം നീ എല്ലാ സിസ്റ്റർമാരെയും മേരിക്കുട്ടി എന്ന് പറയാം, മേരിക്കുട്ടി നീ ഒരു സ്കാൻ ചെയ്തിട്ട് ഇവർക്കും കാണിച്ചു കൊടുക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയാണ് ഞാൻ ഒരു അബ്ഡോമൻ എൻ്റെ മൊത്തം വയറിൻ്റെ മൊത്തം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു നിനക്കൊരു കേടില്ല മോനെ, നീ പറഞ്ഞത് ബുദ്ധിമുട്ടായാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല സാറിൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടില്ല, ഞാൻ ഇപ്പം ഗൾഫിലേക്ക് പോണേ, അപ്പം നമുക്ക് അത് പേടിക്കാണ്ട് ധൈര്യമായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നിനക്കൊരു കേടില്ലടാ, നീ എന്തിട്ട് പറയണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല, എനിക്കിത് സ്കാൻ വേണമെങ്കിൽ തന്നെ ഭയങ്കര നിർബന്ധം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി അവനൊരു വയറിൻ്റെ സ്കാൻ ചെയ്ത് എഴുതി കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. എന്നോട് പറഞ്ഞു ഇനിയൊന്നും കാണിക്കണ്ട, നീ കുട്ടികളെ കാണിച്ചാൽ മതി, നിനക്കൊരു കേടുമില്ല, നീ നല്ല ഹെൽത്തിയാന്ന് പറഞ്ഞു. അപ്പം ഞാനെന്നിട്ട് സ്കാൻ ചെയ്തു. പിന്നെ അപ്പോൾ റിസൾട്ട് കൊണ്ട് ചെന്നപ്പോൾ ഇവരൊക്കെ പോയി, ചേച്ചിമാരും അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു പേരെടുത്തുന്ന കുട്ടി പറഞ്ഞു അതെ ചേട്ടാ ഒരു കാര്യം ചെയ്തോ, നാളെ കാലത്ത് വന്നിട്ട് ഡോക്ടർ എന്നെ കണ്ടോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ പോകാറായി, എനിക്ക് ഒരു 2-3 ദിവസം 4 ദിവസമുള്ളൂ അതിന് പോകാൻ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ച് പോകാനുള്ള സാധനങ്ങൾ, കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ മേടിച്ച് പോകലാണ് അന്നത്തെ സ്റ്റൈലിൽ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ഈ ലിസ്റ്റുമായിട്ട് ഈ സ്കാനിങ് റിപ്പോർട്ടായിട്ട് പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലാണ്. എന്നോട് മോനെ ഞാൻ നിന്റെ മുമ്പിൽ വളരെ ഒരു 0 അല്ലടാ, നീയല്ലേ ഇപ്പം വിജയിച്ച് നിൽക്കണേ. ഞാൻ പറഞ്ഞു എന്താ ഡോക്ടറെ ചോദിച്ചു. ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയായി, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ പേടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല, നിന്റെ ഒരു കിഡ്നി ചെറുത് ഒരു കിഡ്നി വലുതാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ രക്ഷപ്പെട്ടു, ആ ഒരു വലിയ കിഡ്നിയുടെ ആരോഗ്യത്തിലാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു നീ ഇപ്പോൾ ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക പറഞ്ഞു. അങ്ങനെ ആള് എന്ത് ചെയ്തു, നമ്മുടെ വെസ്റ്റ് കോട്ടിലെ PJ ആൻ്റണി സാറിന് ഒരു ലെറ്റർ തന്നു. എന്നോട് പറഞ്ഞു നീ PJ ആൻ്റണിയാണ് കിഡ്നിയുടെ ഒക്കെ രാജാവ്, നീ അവിടെ പോയിട്ടൊന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ നേരെ വീട്ടിൽ വന്നു. വൈഫിനോട് പറഞ്ഞു എങ്ങനെയാണ് ഈ പ്രശ്നം, ഇനി എന്തായെന്നറിയില്ല, എന്തായാലും ആൻ്റണി സാറിനെ കാണാൻ പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആൻ്റണി സാറിനെ പോയി കണ്ടു. അപ്പോഴാണ് മോന് നോൺ ഷീറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കണത്. അപ്പോൾ PJ ആൻ്റണി സാറ് വന്നിട്ട് പറഞ്ഞു അയ്യോ ഇത് നിങ്ങൾ വേഗം ഒരു CT സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അന്നൊന്നും 5 പൈസ കയ്യിലില്ല, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വരിക. അന്ന് പോകാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് മാത്രം ഉണ്ടാവുന്ന കയ്യിൽ, ബാക്കിയുള്ള പൈസയൊക്കെ തീർന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറ് CT സ്കാൻ എടുക്കാൻ പറഞ്ഞാൽ കാശ് വേണ്ടേ പറഞ്ഞു. 10,000 രൂപ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു അനുജുണ്ട്, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആള്, സഹായിക്കണത്. ഞാൻ അങ്ങനെ നേരെ അവനോട് ചെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ചേട്ടനൊന്നും പേടിക്കണ്ട, വേഗം സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അമലയെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് PJ ആൻ്റണി സാറിൻ്റെ കൊടുത്തു. അന്ന് ആൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഡേറ്റ് ആണ്. അപ്പം എന്നോട് പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ അവിടെ കുഞ്ഞൊരു കിളിവാതിലുണ്ട്, അവിടെ വന്ന് നീ തട്ടിയാൽ മതി, ഞാൻ നേരെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഈ റിസൾട്ട് കാണാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു, നിന്റെ കിഡ്നി ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു.
ഞാനാകെ സ്റ്റണ്ടായി പോയി. ഞാൻ പറഞ്ഞു സാറേ എന്ത് പറയണേ, ഞാൻ ഒരു 6 മാസത്തെ ഗ്യാപ്പ് തരാം, എൻ്റെ 5 കാശില്ല, വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസത്തേക്ക് നിനക്ക് അടിയന്തരം കഴിക്കാൻ പോലുള്ള സമയം ഉണ്ടാവില്ല പറഞ്ഞു. അത്രയും ദിവസം കൊണ്ട് നീ മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്നാൽ ശരി, ഞാൻ ആലോചിച്ചിട്ട് പറയാണ്ട് ഞാനും വൈഫും കൂടി, അവളൊക്കെ ഭയങ്കര കരച്ചിലായി. എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു, കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തിനാ പേടിക്കണ്ടെന്നുള്ള ഒരു ഒറ്റ ധൈര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഓപ്പറേഷനൊക്കെ വേണ്ടി ഇങ്ങനെ ഫിക്സ് ചെയ്തു. അപ്പോൾ മോനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോവുക. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കട്ടപ്പനയ്ക്ക് കാണാൻ പോകുമ്പോൾ അവനെ അവിടെ ചെന്നപ്പോൾ അവൻ്റെ റെക്ടർ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനോട് അവൻ പറഞ്ഞു, എന്നോട് വന്നിട്ട് പറഞ്ഞു പാപ്പ ഞാൻ ഇനി അച്ഛനാവാൻ പോണില്ല, കാരണം മൂത്ത മോനല്ലേ ഞാൻ, നീ പാപ്പയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നീ മുന്നോട്ട് വെച്ച കാലിൽ മുന്നോട്ട് വയ്ക്കുക, പിന്നിലേക്ക് വെക്കുന്ന പ്രശ്നമില്ല, കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്, നീ പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു ജോസഫ് അച്ഛനായിരുന്നു, അച്ഛൻ നെറ്റിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് ഇരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു. അപ്പോൾ അവൻ കുറേ പറഞ്ഞു എന്നോട്, ഞാൻ ഇനി അച്ഛനാവാൻ പോകണില്ല, ഞാൻ തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൊടിക്ക് കൂട്ടാക്കിയില്ല. അങ്ങനെ ജൂലൈ 4-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ അടുത്ത് ലെഫ്റ്റ് കിഡ്നിയിൽ ട്യൂമറായിരുന്നു. ആ ട്യൂമർ പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ ആ ലെഫ്റ്റ് കിഡ്നി എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും പേടിക്കേണ്ട പറഞ്ഞു, പക്ഷേ നല്ലൊരു 5 വർഷം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 വർഷം ഞാൻ മുടങ്ങാണ്ട് എല്ലാ കൊല്ലവും ടെസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഉണ്ടായ വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള മോൻ്റെ കല്യാണം ശരിയാ പറയാം, അവൻ മാൾട്ടയിലാണ്. പക്ഷേ വീടൊന്നും ഞാൻ എൻ്റെ കാശ് കൊണ്ട് എനിക്ക് കൂട്ടിയാൽ പറ്റാവുന്ന രീതിയിൽ ചോരാണ്ട് കിടക്കുന്ന ഒരു വീടുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒരു 900 സ്ക്വയർ ഫീറ്റിൻ്റെ. അപ്പോൾ ആ വീട് വെച്ചിട്ട് അതിലൊരു ബാത്റൂം അറ്റാച്ചുള്ളൂ. ഇവന് കല്യാണം നോക്കുന്ന ആൾക്കാർക്കൊക്കെ ബെഡ്റൂം അറ്റാച്ചുള്ളത്, പ്രൈവസി വേണം, അവർക്ക് ഇതിങ്ങനെ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു അഭിപ്രായം. അങ്ങനെ ശരി, അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ്റെ കല്യാണം നടക്കണം, വീടും പണി നടക്കണം, അതൊക്കെ എന്നെ കൈവിടരുതിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട് പണി മുകളിലേക്ക് 2 റൂം എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. വീട് പണി തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അവന് ഒരു ബന്ധുത വന്നു. അവർക്കും അവന് ഹൈറ്റ് ഉണ്ട്, ഒരു 6'2" ആള്. അപ്പോൾ ഹൈറ്റുള്ള കുട്ടീനെയാണ് അന്വേഷിക്കുന്നത്. അവരും അതേപോലെ ഹൈറ്റുള്ള ഒരു ചെക്കനെ അവരന്വേഷിക്കുന്നത്. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഒത്തു വന്നു. വീട് പണി തീർന്നതിൻ്റെ മുമ്പ് കല്യാണം ഫിക്സ് ചെയ്തു. 15 ദിവസം കൊണ്ട് കല്യാണം നടന്നു. അപ്പോൾ എൻ്റെ മോൻ അച്ഛനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2019 മോൻ കപ്പുച്ചനച്ഛനായി. ഇപ്പം അവൻ നല്ല മിടുക്കനാ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ എന്നിട്ട് അവന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ അമേരിക്കയിലാണ്, മറ്റേ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സഭേനെ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം ലീവ് എടുത്തിട്ട് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അവനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. വീട് പണി പൂർത്തിയാക്കണം, അവൻ്റെ മറ്റേ താഴെയുള്ളവൻ്റെ കല്യാണം നടക്കണം. എല്ലാതും തമ്പുരാൻ ഭയങ്കര വൃത്തിയിൽ നടന്നു. ഞങ്ങൾ എല്ലാവർക്കും അതിശയമായി പോയി, എത്രയും പെട്ടെന്ന് എങ്ങനെ കല്യാണം നടന്നിരുന്നത് എല്ലാവരും ഭയങ്കര അതിശയമായിട്ട് ചോദിക്കുക. അങ്ങനെ ആണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഇപ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ മീറ്റിങ്ങിന് പോയി, അവിടെ പോയി തിരിച്ചു വരുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ വെച്ച് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ഉദ്ദേശം 3 മണിക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മ, അതിലേക്ക് എനിക്ക് എത്തണം. 2 മണിക്കായിരുന്നു മീറ്റിംഗ്. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു എന്നെ പള്ളിയുടെ അവിടെ ഇറക്കിയാൽ മതി, വീട്ടിലിറക്കണ്ട, പ്രാർത്ഥന കൂട്ടായ്മ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം, ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നേരെ വൈകും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ തന്നെ നിർത്തി ഹെൽമെറ്റ് വെച്ച് ഞങ്ങൾ ചിറ്റാട്ടേരയ്ക്ക് വന്ന് അവിടെ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൽ കൂടെ ഒരു ടേണിങ്ങും ഇറക്കവും കൂടിയിട്ടാണ് അവിടെ എത്തിയപ്പോൾ ഇവള് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് അധികം കാലം ആയിട്ടുണ്ടായിരുന്നില്ല, പുതിയ വണ്ടിയായിരുന്നു. അപ്പോൾ ആൾക്ക് ശരിക്കും ബാലൻസ് കിട്ടാണ്ട് എന്താണെന്നൊന്നും അറിയില്ല. ആ വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ വളവ് തിരിയുമ്പോൾ ഞാൻ നോക്കി, എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ നടുവിൽ കൂടെയാണ് പോണത് വണ്ടി. ഒരു വണ്ടി അവിടെ നിന്ന് ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ ആ നിമിഷം പിന്നെ ഞങ്ങളെ 2 ആളിനെ എടുക്കാണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ ഒരു സമയം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അമല ആശുപത്രിയിൽ വെച്ചിട്ടാണ്. ഞാൻ വണ്ടിമ്മന്ന് വീണു, അവിടെയുള്ള ഒരു കാനയിലേക്ക് ഞാൻ വീണു.
അവിടെ അടുത്തുള്ള നാട്ടുകാരൊക്കെ കൂടി എന്നെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഓടിച്ച കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ബാക്കിലായിരുന്നു. അത് കാരണം കൊണ്ട് ഞാനാണ് വീണത്. അവിടെ വന്ന് സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ് എടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് ഓർമ്മ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിന് കോളറിട്ടു, കയ്യിന് സ്ലിങ് ഇട്ടു. കൈ പൊന്തിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ കൈയിൻ്റെ എല്ലിന് പറ്റിയതായിരിക്കും, എല്ലൊടിഞ്ഞതാവും. കുറച്ച് ദിവസം പ്ലാസ്റ്റർ ഇട്ടാൽ അല്ലെങ്കിൽ ഇതിട്ടാൽ മാറുമല്ലോ, ആ ഒരു വിചാരം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നെ കണ്ടവർക്കൊന്നും എന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്ന് മറ്റത്തിലെ മീറ്റിംഗ് കഴിഞ്ഞവരൊക്കെ എല്ലാവരും അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവും ആരൊക്കെ വിളിച്ചറിയിച്ച കാരണം കൊണ്ട് ആളും ഹോസ്പിറ്റലിലെത്തി. അത് കഴിഞ്ഞ് ആദ്യത്തെ സ്കാനിങ് ചെയ്തു. അതിലൊന്നും വ്യക്തമായി ഉണ്ടായിരുന്നില്ല. കൈ പൊന്തണില്ല, പ്രശ്നമുണ്ട്. കുറച്ച് ഒരു 2-4 ദിവസം അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് വീണ്ടും വീട്ടിലേക്ക് വന്നു. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ കഴുത്തിലുള്ള കയ്യുമ്മേലേക്ക് വരുന്ന മെയിൻ നെർവ് കട്ടായിട്ടുണ്ടായിരുന്നു. 2 നെർവ് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ വിചാരം കുറച്ച് ദിവസം കൊണ്ട് ശരിയാവും, അങ്ങനെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ, കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെയും ഞാൻ ആസ്പത്രിയിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് ദിവ്യബലിക്ക് പോകാനായിട്ട് തുടങ്ങി. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വചനാണ് പിന്നീട് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ചെന്നപ്പോഴാണ് ഇത് എത്രയും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായത്. സർജറി വേണ്ടി വന്നു. ഒന്നല്ലെങ്കിൽ കാലുമ്മലത്തെയോ അല്ലെങ്കിൽ കയ്യുമ്മലത്തെ നെർവ് ശക്തിയുള്ളതാണെങ്കിൽ അതന്നെ എടുത്തിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞു. 3 ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പോൾ കയ്യുമ്മന്ന് തന്നെ നെർവ് എടുത്തിട്ട് ചെയ്യാണ് ചെയ്തത്. 3 സ്ഥലത്തായിരുന്നു സർജറി. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി എന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോഴും ഇത്രയും ശക്തമായ ഇതായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴും ഓരോ ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എൻ്റെ കയ്യിന് ഇനി പഴയ പോലെ ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അന്നൊക്കെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ കുറേയധികം ഉറങ്ങാതെ കിടന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? എനിക്ക് 2 പെൺകുട്ടികളാണ്, അവരുടെ കാര്യങ്ങളുണ്ട്. എൻ്റെ കടയിലേക്ക് ഞാൻ പോയിരുന്നതാണ്, അവിടുത്തെ കാര്യങ്ങളുണ്ട്. എല്ലാം ആലോചിക്കുമ്പോൾ കുറേയധികം ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കൂട്ടായ്മയിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും പ്രാർത്ഥന എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു വചനം എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുള്ള ആ വചനാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. കുറേ ഭക്തിഗാനങ്ങൾ കേൾക്കുമായിരുന്നു. രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കൈ ഭയങ്കര തരിപ്പ്, തൊട്ടാലറിയില്ല. ഒരു ചെറിയ ബോൾ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു ശക്തി ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ കുറേ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയായാലും മക്കളായാലും ഇന്ന് വരെ അവരോടൊരു കാര്യം പറഞ്ഞാൽ അവർ പറ്റില്ല എന്ന് എന്നോട് പറയാറില്ല. അവർക്ക് സമയമില്ലെങ്കിലും അവർ പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ എൻ്റെ ഒപ്പം അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ശക്തി. ആ ഒരു ശക്തി എന്നിൽ തന്നിട്ടാണ് ദൈവം എനിക്ക് ഈ ഒരു വീഴ്ച സമ്മാനിച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്കാണ് പറ്റിയിരുന്നത് എങ്കിൽ ചിലപ്പോൾ അവളുടെ കുടുംബത്തിൽ ഇത്രയധികം അവളെ സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ഒരു ചെറിയൊരു കാലുവേദന മാത്രമേ ഉണ്ടായുള്ളൂ. വേറൊരു അസ്വസ്ഥതയില്ലാതെ അവളിനെ ദൈവം രക്ഷപ്പെടുത്തി അതിൽ നിന്ന്. പിന്നെ ഞാൻ ഓരോ പ്രാർത്ഥനയിലൂടെയും ധ്യാനങ്ങളിലൂടെയൊക്കെ പോയിട്ട്
എൻ്റെ കൈ ഇപ്പോൾ ഒരു പകുതിയോളം പൊങ്ങാനായിട്ട് സാധിക്കും. എൻ്റെ വീട്ടിലത്തെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു വലിയൊരു ശക്തി എനിക്ക് ഈശോ ഓരോ ദിവ്യബലിയിലൂടെയും ഓരോ പ്രാർത്ഥന കൂട്ടായ്മയിലെ പ്രാർത്ഥനയിലൂടെയൊക്കെ എനിക്ക് ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ ആലോചിക്കാറില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ എന്നെ ഇത്രയധികം വഴി നടത്തിയ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും എൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. ഇത് നമ്മളുടെ റോമിലെ സെൻറ്റ് പീറ്റർ സ്ക്വയറിൻ്റെ ഏകദേശം അതേ മാതൃകയിലാണ് ഇവിടെ ഈ അഴീക്കോട് മാർത്തോമ റിട്രീറ്റ് സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത്. തോമാസ് ലീഹ ആദ്യമായി നമ്മുടെ ഭാരതത്തിൽ വന്ന് ഇറങ്ങിയ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ. നമ്മൾ ഈ തീർത്ഥകേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രത്യാശയുടെ കവാടത്തിലൂടെ നമ്മൾ കടന്ന് നമ്മളകത്തേക്ക് കിടക്കുന്നത്. ഏകദേശം നമ്മുടെ പീറ്റർ സ്ക്വയറിൻ്റെ അതേ മാതൃകയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പുറത്ത് കടലാണ്, കടലിനോട് ചേർന്ന ഭാഗം, കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത്. ഇത് മാർത്തോമ ഗേറ്റ് അവിടെ കാണുന്നുണ്ട്. ഇതിലൂടെയാണ് തോമാസ് ലീഹ ഇവിടെ ഇറങ്ങിയ സ്ഥലം. ഇതാ ഇവിടെയൊക്കെ ബോട്ടുകൾ എടുക്കുന്നുണ്ട്. ഒരു ഹാർബർ കൂടിയാണ് ഇവിടെ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ മാർത്തോമാസ് ലീഹായുടെ വലത് കൈയിലെ ഒരു അസ്ഥി ഇവിടെ തിരിശേഷിപ്പായിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. നിന്നെ തേടുന്നു സ്വർഗം തുറന്നിറ നീ വരണേ. നിന്നെ തേടുന്നു സ്വർഗം തുറന്നി നീ വരണേ. വരണേ വസി വരണേ. അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. അഗ്നിയാശുദ്ധിയണേ. ആത്മാവം ദൈവം വരണേ. ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവം വരണേ. ഉള്ളിൽ വസിക്കാൻ വരണേ. ആവം ദൈവമേ വരണേ. ഉള്ളിൽ വസിക്കാൻ വരണേ. നിന്നെ ഞാൻ തേടുന്നു ഗംഭൂരം നിറങ്ങി വരണേ. നിന്നെ ഞാൻ തേടുന്നു നിറങ്ങി നീ വരണേ. ആത്മാവേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ മാർത്തോമാസ് ലീഹായിലൂടെ കടന്നു വന്ന വലിയ വിശ്വാസ തീക്ഷ്ണത തലമുറ കൈമാറി ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ കർത്താവേ, ആ വിശ്വാസ തീക്ഷ്ണത, ആ വിശ്വാസത്തിന്റെ ദീപശിഖ കൂടുതൽ ആഴത്തിൽ, കൂടുതൽ ശക്തിയിൽ,
കൂടുതൽ പ്രകാശമാനമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് കർത്താവെ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാർത്തോമാ ശ്ലീഹായുടെ ആ വിശ്വാസ ചൈതന്യം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. മാർത്തോമാ ശ്ലീഹ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പക്ഷേ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു മാർത്തോമാ ശ്ലീഹ നയിച്ചത്. അങ്ങനെ വളരെ ക്ലേശകരമായ യാത്രയിലൂടെ ഭാരതദേശത്ത് വന്ന് അവിടെ പൂർവികരുടെ സുവിശേഷത്തിന്റെ സന്ദേശം അറിയിക്കുവാനായിട്ട് മാർത്തോമാ ശ്ലീഹ തയ്യാറായി. മാർത്തോമാ ശ്ലീഹയെ വിളിച്ചു. ഇന്ന് ആ തോമാസ് ശ്ലീഹായുടെ വിശ്വാസം സ്വീകരിച്ച നമ്മുടെ പൂർവികരുടെ അനന്തര തലമുറക്കാരായ നമുക്ക് ഈ സുവിശേഷത്തിന്റെ സന്ദേശം മറ്റുള്ളവരെ എത്തിക്കുവാനായിട്ട് ഉള്ള ചുമതലയുണ്ട്, കടമയുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ തോമാസ് ശ്ലീഹായ കപ്പലിറങ്ങിയ ഈ പുണ്യഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സന്ദേശം തോമാസ് ശ്ലീഹായുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ സന്ദേശം ഭാരതം മുഴുവൻ എത്തിച്ചേരണം. അത് പൂർത്തിയാക്കുവാനായിട്ട് നമ്മളെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ധാരാളം സുവിശേഷ പ്രഘോഷകരുണ്ടാകണം, മിഷണറിമാരുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സുവിശേഷം എത്തിച്ചേരുകയുള്ളൂ. ഇനിയും ഭാരതത്തിൽ ഒരുപാട് ദേശങ്ങളിൽ സുവിശേഷം എത്തിച്ചേരാനുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. വിദൂര ദേശങ്ങൾ, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ 1% പോലും ക്രൈസ്തവരില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം എത്തിച്ചേരുന്നതിന് വേണ്ടി മാർത്തോമാ ശ്ലീഹായുടെ വലിയ മനസ്സിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ അങ്ങയുടെ സുവിശേഷ സന്ദേശം ഭാരതം മുഴുവൻ എത്തിച്ചേരുന്നതിന് വേണ്ടി മാർത്തോമാ ശ്ലീഹായുടെ ആ വലിയ ദീക്ഷണയോട് ചേർന്നുകൊണ്ട് പ്രത്യേകമായി ഭാരതത്തിലെ വിവിധ ദേശങ്ങളിൽ മിഷൻ പ്രവർത്തനത്തിനായിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിദൂരങ്ങളായ ഗ്രാമങ്ങളിൽ എപ്പോഴും എന്നേക്കും ഭാരതമണ്ണിൻ ശ്ലീഹായേ, ഭാരത സഭയുടെ ദാതാവേ, വിശുദ്ധ തോമാസ് ശ്ലീഹാ. ആണിപ്പഴുതിൽ വിരൽ തൊടുവാൻ, തിരുവിലാവിൽ കൈ ചേർക്കാൻ. ആണിപ്പഴുതിൽ വിരൽ തൊടുവാൻ, തിരുവിലാവിൽ കൈ ചേർക്കാൻ. എന്നെ വിളിച്ചൊരു സകലേശ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. എന്നെ വിളിച്ചൊരു സകലേശ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. ഭാരതമണ്ണിൻ ശ്ലീഹായേ, ഭാരത സഭയുടെ ദാതാവേ, വിശുദ്ധ തോമാസ് ശ്ലീഹായേ. ഭാരതമണ്ണിൻ ശ്ലീഹായേ, ഭാരത സഭയുടെ ദാതാവേ, വിശുദ്ധ തോമാസ് ശ്ലീഹായേ. ഭാരതമണ്ണിൻ ശ്ലീഹായേ, ഭാരത സഭയുടെ ദാതാവേ, വിശുദ്ധ തോമാസ് ശ്ലീഹായേ. ഭാരതമണ്ണിൻ ശ്ലീഹായേ, ഭാരത സഭയുടെ ദാതാവേ, വിശുദ്ധ
സഭകളൊക്കെ ഓരോ കാലത്തുണ്ടായതല്ലേ. അപ്പൊ എന്തായാലും വ്യത്യാസങ്ങൾ ചെറിയ കാണും. മനുഷ്യരല്ലേ? വ്യത്യാസത്തിന്റെ പേരിലുള്ള വിവാദങ്ങൾ പലപ്പോഴും അറിവില്ലായ്മ വരുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഹലോ ഹലോ, എന്തായാലും വലിയ ചർച്ചയിലാണല്ലോ. നമുക്ക് മനസ്സിലാവുന്നവരാണോ? ഇഷ്യൂ എന്താന്ന് വെച്ചാ തോമസ് ലീഹ പോയിന്റ്. എന്റെ ചോദ്യം, തോമസ് ലീഹ സ്ഥാപിച്ച് ഒരു സഭയല്ലേ? അപ്പൊ പിന്നെ ഈ മാർത്തോമ, സൂറായി, സൂറിയാനി ഈ കുറെ സഭകളൊക്കെ ഇങ്ങനെ ഉണ്ടായേ ഐക്യമില്ലാത്ത കാരണമല്ലേ? എനിക്കിതൊരു വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. ഞാൻ ഇന്ന് ദുഃഖാന തിരുനാളെ റിട്ടേൺ ടു ദ റൂട്ട്സ്, ഉറവിടങ്ങളിലേക്കുള്ള ഒരു മടക്കയാണ്. എങ്ങനെയുണ്ട്? എന്താ ഒരു മൗനം? ശ്രദ്ധിച്ചിരിക്കുക. ആ പട്ടണത്തിന്റെ വാതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏതാണ്ട് സമയം ഉച്ചയോട് അടുത്തിരിക്കുന്നു. ആളുകൾ നഗരത്തിലേക്ക് ആ വാതിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു, പുറത്തു കടക്കുന്നു. പല പല കാര്യങ്ങൾ നഗരത്തിന്റെ ഉള്ളിൽ, പല ബിസിനസ് കാര്യങ്ങൾ, പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഭയങ്കര തിരക്ക് പിടിച്ചു വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് കുറെ ആളുകൾ നഗരത്തിന്റെ കവാടത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു തിരക്കുള്ള ഒരു ടൗണിന്റെ മുമ്പിലാണ് നിങ്ങളായിരിക്കും ഇപ്പൊ. ഹല്ലേലൂയ. ആ ടൗൺ ഏതാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പം നൽകട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പരിശുദ്ധാത്മാവ് ആ ടൗണിന്റെ പേര് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുതണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ടൗണിലേക്ക് ഇങ്ങനെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ കുറെ ആളുകൾ ആ പട്ടണവാദിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തോ ഒരു പ്രൊസഷൻ വരുന്നോണ്ടിരിക്കുന്നുള്ള കുറെ ആളുകൾ ഇതാ വരുന്നോണ്ടിരിക്കുക. എന്താണ് കുറെ പേര് ആകാംക്ഷഭരിതരായിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് സംഗതി മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രൊസഷൻ, ഒരു വ്യക്തിയുടെ ശവമഞ്ചം പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ കടന്നു വരുന്നു. ഒരു വിലാപയാത്രയാണ്. ഹല്ലേലൂയ. കുറെ നാളുകളായിട്ടുള്ള ഒരു അവസ്ഥ. ആളുകള് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ശവമഞ്ചത്തിന്റെ പിന്നാലെ കുറെ പേര് നടന്ന് ഇങ്ങനെ വരുന്നു. അലമുറയിട്ട് ചെറിയ പേര് കരയുന്നു. അത് ആ മഞ്ചത്തിന്റെ അടുത്ത് തന്നെ ഒരു സഹോദരി അലമുറയിട്ട് കരയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പലപ്പോഴും ആ പട്ടണത്തിന്റെ പേരിലേക്ക് എത്തിക്കാണും. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നൈൻ പട്ടണത്തിലെ ആ സംഭവത്തിലേക്കാണ് നമ്മളായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പട്ടണവാതിലേക്ക് തിടുക്കത്തിൽ ആ ബോഡി എടുത്തുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ വരികയാണ്. എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പോഴാണ് കർത്താവ് പട്ടണത്തിന്റെ പുറത്തു നിന്ന് പട്ടണത്തിന്റെ വാതിൽ കടന്നു വരുന്നതായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ എല്ലാവരും കൂടി ചുറ്റും നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നു. അതാരാണ്? ആ മരിച്ചുപോയ സഹോദരന്റെ അമ്മയാണ്. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? ആ സ്ത്രീയുടെ ഏക മകനാണ് മരിച്ചത്. ആ സ്ത്രീയുടെ ഭർത്താവ് നേരത്തെ മരിച്ചത് എന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏക പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല പ്രതികൂലങ്ങൾ ഇങ്ങനെ നടക്കുമോ നടക്കില്ലേ, ഇപ്പൊ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നമ്മുടെ ശത്രുവായ ചില സാത്താനും അവന്റെ കൂട്ടുകാരും പറയുന്നത് ഒരിക്കലും നടക്കില്ല, ശരിയാകത്തില്ല, നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഈ പ്രതികൂലം മാറിപ്പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രതികൂലമാണ് നമ്മളെപ്പോഴും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതികൂലത്തിലായിരുന്നു അനേകം നാളുകളായിട്ട് ഈ വിധവയുടെ മകൻ. രോഗശൈലായിരിക്കാം. അങ്ങനെ കുറെ നാളുകൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും മകന്റെ സൗഖ്യത്തിന് വേണ്ടി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ സഹോദരൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അപ്പോ കുറെ പേര് ഏതാനും മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ്
ആ മകന്റെ പിതാവിനെ വഹിച്ചുകൊണ്ടുപോയ കുറെ ആളുകൾ തന്നെയാണ് ഇവിടുന്ന് ഈ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. നീ പട്ടണത്തിന്റെ ആവശ്യമില്ല, നീ മരിച്ചു കഴിഞ്ഞു, ഇനി നീ പട്ടണത്തിന് പുറത്തു പോകുക. ഇനി നിന്നെ ദയിപ്പിക്കുക അല്ലെങ്കിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ട സ്ഥലം ഈ പട്ടണത്തിന് വെളിയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ കുറെ ആളുകൾ അസൈൻ ചെയ്ത് നടക്കുന്നുണ്ടാവും. ഹല്ലേലൂയ. അത് ശത്രുവായ സാത്താനും അതിന്റെ കൂട്ടാളികളുമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് പ്രതികൂലങ്ങളുടെ നിങ്ങളുടെ ചെവി കൊട്ടിയടച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആ സകല അസൈൻമെന്റുകളും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശു നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രായനായ യേശു കടന്നു വരുന്നു. ആളുകള് യേശുവിനെ നോക്കുന്നുണ്ട്. യേശുവിനെ ആരും ശവമഞ്ചത്തിന്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ട് തടഞ്ഞില്ല? സകല പ്രതികൂലങ്ങളെയും ചവിട്ടി നടക്കുന്ന, കടലിന്റെ മേൽ ചവിട്ടി നടക്കുന്ന, ആൽഫയും ഒമേഗയുമായിരുന്നവൻ ആയിരുന്ന യേശു കർത്താവിനെ തടയാൻ ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ആരും തന്നെയില്ല. അതുകൊണ്ടാണ് അവിടെ കർത്താവിനെ തടയാനും അതിൽ നിന്ന് മാറ്റി നിർത്താനും ആരെ കൊണ്ട് സാധിക്കാഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നു അവിടുന്ന് സർവശക്തനാണ്. അവിടത്തേക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവ് കടന്നു വരുമ്പോ ഈ സ്ത്രീയുടെ വിലാപം മാത്രമാണ് കർത്താവിന്റെ ചെവിയിൽ അകയ്ക്കുന്നത്. നാടുകളായിട്ട് ഒരുപക്ഷെ സ്ത്രീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. കർത്താവ് അടുത്തു വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് ബൈബിൾ പറയുന്നില്ല. ആ വിരല് കൊണ്ട് ആ ശവമഞ്ചത്തിൽ സ്പർശിച്ചു എന്നാണ് വിശുദ്ധ വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു നോട്ടം, ഒരു സ്പർശനം, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കീഴ്മേൽ മറയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് കർത്താവിന്റെ ഒരു നോട്ടം ആ വിധവയുടെ മകന്റെ അടുത്തേക്ക് വരണമെങ്കിൽ കർത്താവ് അവരെ അതിനു മുമ്പ് അറിഞ്ഞിരിക്കുന്നുണ്ടാവും. ഹല്ലേലൂയ. ഈ ദൈവത്തിനെ അറിയുന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂലമുണ്ടെങ്കിലും, ഏത് കൊടുങ്കാട്ടിലൂടെ എവിടെ ഇരുന്നാലും, ഏത് പാറക്കെട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും കർത്താവ് നിന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. സക്കേവൂസ് എന്ന് പറഞ്ഞൊരു മകൻ കർത്താവിനെ കാണാൻ വേണ്ടി ഒരു മരത്തിന്റെ മുകളിൽ കയറി. അവിടെ ജനക്കൂട്ടുണ്ടായിരുന്നു. പക്ഷെ തിരക്കിന്റെ ഉള്ളിൽ കർത്താവ് സക്കേവൂസിനെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി വിളിച്ചതായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അല്ല, പുരുഷാരം നടന്നു പോരുമ്പോൾ അതിന്റെ കൂടെ നടന്നിരുന്ന ഒരു സഹോദരി തന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടപ്പോൾ അവിടെ സൗഖ്യം പ്രാപിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് ശക്തി പ്രാപിച്ചു, അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ സമയം രോഗപീഠകളായിരിക്കുന്ന സകല ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, 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 ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, ഈ രാത്രിയില് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിന് മേൽ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ ഒരു നോട്ടം മതി ഞങ്ങളുടെ അസാധ്യത മേഖലകൾ ചലിക്കുവാനും അത് ശരിയാകുവാനും പ്രതീക്ഷകളെക്കാൾ ഉയർന്ന രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനും ഇടയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം. അതേ, ആ വിധവയുടെ മകന്റെ ശവമഞ്ചത്തിൽ സ്പർശിച്ചപ്പോൾ അവന് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതെ, നിന്റെ നിർജീവമായിട്ടുള്ള പല രോഗങ്ങളിൽ നിന്ന് നിനക്ക് ഇനി ജീവിതകാലം മുഴുവൻ മോചനമില്ല. നിന്റെ സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, അത് നിന്റെ സാമ്പത്തിക മേഖലയിലെ വിഷയങ്ങൾ, അത് ജോലി സംബന്ധമായ തടസ്സങ്ങൾ. ഇനി നിന്റെ മകന് ജോലി കിട്ടില്ല, ഇനി ജോലി കിട്ടിയാൽ തന്നെ കുടുംബം നേരെയാവില്ല, അതിന് മാത്രം സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ സകല വിഷയത്തിന്റെ മേൽ ചരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ഇന്ന് സാധ്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മകനെ ജീവനിലേക്ക് പ്രവേശിച്ച കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസാധ്യ മേഖലകളിൽ സ്പർശിക്കുവാനും വീണ്ടും പുനരുദ്ധരിക്കാനും കഴിവുള്ളവനാണ്. പ്രത്യേകിച്ച് ഈ ഉയർപ്പ് കാലത്തിൽ കർത്താവിന്റെ വലിയ ശക്തി വെളിവാക്കപ്പെടുന്ന ഒരു ദുഃഖവെടിക്ക് ശേഷം ഒരു ഈസ്റ്റർ ഉണ്ടെന്ന യാഥാർത്ഥ്യം നമ്മളെ അരക്കിട്ടുറപ്പിക്കുന്ന ഈ ഉയർപ്പ് കാലത്ത് ഒരു ക്രൈസ്തവന്റെ വിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്ന ഈ ഉയർപ്പ് കാലത്ത് തന്നെ കർത്താവ് നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്ന്
ഈ ദിവസങ്ങളിൽ ഉയർത്തുമെന്ന പ്രത്യാശയോടെ ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഗ്ലോറി, മഹത്വം, മഹത്വം. എല്ലാവരും സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, 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 മഹത്വം.